നമ്മളൊരു ഗൈനക്കോളജിസ്റ്റായിട്ട് ഒ പിയിലിരിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പേഷ്യൻ്റാണ് പീരിയഡ് ടൈമിൽ പെയിൻ ആയിട്ട് വരുന്നത്. ഒരു വളരെ കോമൺ ഗൈനക് കംപ്ലൈൻ്റ് ആണ്. ഏത് പ്രായത്തിലുള്ള 14-15 വയസ്സ് തൊട്ട് 40-45 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഈ ബുദ്ധിമുട്ടുമായിട്ട് വരും. 60% സ്ത്രീകൾക്ക് ആക്ച്വലി പീരിയഡിൻ്റെ കൂടെ പെയിൻ വരാറുണ്ട്. പലപ്പോഴും അത് മൈൽഡായിരിക്കും, അവർക്കത് സഹിക്കാവുന്ന വേദനയായിരിക്കും, അതുകൊണ്ട് ദിനചര്യകളെല്ലാം ചെയ്യാനും കഴിയും. എന്നാൽ ഒരു 15% പേർക്ക് വളരെ കഠിനമായിട്ടുള്ള വേദനയാണ് ഉണ്ടാവുക. അതായത് വയറുവേദന, നടുവേദന, കാലുകഴപ്പ്, കൂടെ ചിലപ്പോൾ വയറിളക്കം, ഛർദിൽ, തലകറക്കം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതിനു വേണ്ടി ഒരു ഡോക്ടറിനെ കാണിച്ചിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. അത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു പെയിൻ അല്ല. പൊതുവെ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് പീരീഡിൻ്റെ കൂടെയുള്ള പെയിൻ ആകുമ്പോൾ അത് നോർമലാണല്ലോ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്നുള്ളത്. പക്ഷേ അതികഠിനമായ വേദന എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിത് വരാം? 1, ഗർഭാശയത്തിൽ ഉണ്ടാകാവുന്ന മുഴകൾ. അത് ഫൈബ്രോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡിനോമയോസിസ് ആയിരിക്കാം. അങ്ങനത്തെ മുഴകൾ അതികഠിനമായ പെയിൻ ഉണ്ടാക്കും. അത് മുതിർന്നവർക്ക് മാത്രം വരുന്ന അസുഖം എന്ന് പറയാൻ പറ്റില്ല. ഗർഭാശയ മുഴകൾ, അതായത് ഫൈബ്രോയിഡുമായിട്ട് വരുന്ന 17-18 വയസ്സുള്ള പെൺകുട്ടികളും ഉണ്ട്. അവർക്ക് സർജറിയും ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ഉള്ളത് എൻഡോമെട്രിയോസിസ്. അത് കാരണം അണ്ഡാശയത്തിൽ സിസ്റ്റുകൾ ഉണ്ടാവും, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. ഇത് അതികഠിനമായിട്ടുള്ള പെയിനാണ് പീരിയഡ്സിന് ഉണ്ടാക്കുന്നത്. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കപ്പിളാണെന്നുണ്ടെങ്കിൽ ഈ അസുഖം വന്ധ്യതയും ഉണ്ടാക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ അതിന് ചികിത്സ എടുക്കേണ്ടതുമാണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇത് മരുന്ന് കൊണ്ട്, അതായത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊണ്ട് തന്നെ ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഗർഭപാത്രത്തിലും അണ്ഡവാഹിനി കുഴലുകളിലും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതും പെയിനായിട്ടായിരിക്കും ആദ്യമായിട്ട് ലക്ഷണം അറിയിക്കുന്നത്. ഇതിൻ്റെ സർജറി ഒന്നും പൊതുവെ വേണ്ടി വരാറില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറുപ്പക്കാരികൾ, അതായത് കൗമാരത്തിലുള്ള പെൺകുട്ടികൾ ചിലപ്പോൾ പീരിയഡ് ആയ കാലം തൊട്ടേ ഭയങ്കര പെയിൻ എന്നുള്ള രീതിയിൽ വരും. ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും വരിക. അവർക്ക് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി യൂട്രസിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതായത് കൺജനിറ്റൽ അനോമലി എന്ന് പറയും. അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും യൂട്രസിൻ്റെ ഭാഗത്ത് രക്തം തളം കെട്ടിക്കിടക്കാനും അത് പുറത്തു വരാൻ കഴിയാതെ അതികഠിനമായ പെയിൻ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതൊക്കെ പലപ്പോഴും സർജറി ആവശ്യം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അധികം ആരും കേൾക്കാത്തൊരു കാര്യമാണ് 11-12 വയസ്സൊക്കെയുള്ള കുട്ടികൾ, അതായത് ജസ്റ്റ് പീരിയഡ് തുടങ്ങാവുന്ന പ്രായമായിട്ടേ ഉള്ളൂ. അവർക്ക് മാസം കറക്റ്റായിട്ട് വേദന തുടങ്ങും. അപ്പോൾ പീരിയഡ് ആവാനാണ് എന്ന് വീട്ടുകാർ വിചാരിക്കും, പക്ഷെ ബ്ലീഡിങ് മാത്രം വരുന്നില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് ഡോക്ടറിനെ സമീപിക്കുന്നത് നല്ലതാണ്. കാരണം വജൈനയിലുള്ള സെപ്റ്റം അല്ലെങ്കിൽ ഇംപെർഫറേറ്റ് ഹൈമൻ എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ബ്ലീഡിങ് ഒരിക്കലും പുറത്തേക്ക് വരാതെ അകത്ത് തന്നെ കിടന്ന് കളക്ട് ചെയ്ത് പെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതും ചെറിയൊരു പ്രൊസീജിയർ കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പീരിയഡ് ടൈമിലുള്ള അതികഠിനമായ പെയിൻ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു അസുഖം കാരണം ഡിസ്മെനോറിയ, അതായത് പീരിയഡ് പെയിൻ ഉണ്ടാകുന്നതിനെ സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് പറയുക. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നോർമലായിട്ടുള്ള പെയിൻ എന്ന ആളുകൾ പറയുന്നത് പ്രൈമറി ഡിസ്മെനോറിയയാണ്. അതായത് കാരണമൊന്നും അസുഖമൊന്നുമില്ല, നോർമലായിട്ട് ഉള്ള പെയിൻ, പീരിയഡിൻ്റെ കൂടെയുള്ള പെയിൻ. അത് ചിലർക്ക് വളരെ മൈൽഡായിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, അതിന് മരുന്നുകളൊന്നും ആവശ്യം വരണമെന്നില്ല. പക്ഷേ ചിലർക്ക് അതികഠിനമായിരിക്കും. അത് കാരണം സ്കൂളിലോ കോളേജിലോ പോകാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരിക. ഇങ്ങനെ പ്രത്യേകിച്ചും കുട്ടികളിൽ ഇത്രയും പെയിൻ ഉണ്ടാകുമ്പോൾ അവർ പീരിയഡ്സ് എന്ന് പറയുന്ന സമയത്തിനെ തന്നെ ഭയങ്കര ഭയത്തോടെയാണ് കാണുക. ഇനി അടുത്ത മാസം ഇത് വരുമല്ലോ എന്ന് പേടിച്ചായിരിക്കും പല കുട്ടികളും ഇരിക്കുന്നത്. അത്രയും വേദന സഹിക്കുന്ന കുട്ടികളും മുതിർന്നവരും ഉണ്ട്. എന്നാൽ ഇവരോട് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നോ, അതായത് വേദന കുറയ്ക്കാനായിട്ട് മരുന്ന് എടുക്കുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ 90% പേരും വേണ്ട എന്നായിരിക്കും പറയുക. പലപ്പോഴും അമ്മമാർ അവരുടെ പെൺമക്കൾക്കും മരുന്നൊന്നും കൊടുക്കണ്ട എന്നാണ് പറയുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം അത് ദോഷമുണ്ടാക്കും, അത് ശരീരത്തിന് കേടാണ് എന്നാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇതിൽ വളരെ ചെറിയൊരു രീതിയിൽ സത്യമുണ്ട് എന്ന് പറയാം. അതായത് ഡെയിലി പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന അവസ്ഥകളുള്ള ആളുകളുണ്ട്. അതായത് എല്ലാ ദിവസവും പെയിനോടെ ജീവിക്കുന്ന അസുഖങ്ങളുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഓവർ ദ കൗണ്ടർ പെയിൻ കില്ലേഴ്സ് മേടിക്കുന്ന ആളുകളുണ്ട്. ഒരു മുട്ടുവേദന, നടുവേദന, തലവേദന എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ടുള്ള പെയിൻ കില്ലർ യൂസ് കാരണം റീനൽ ഡിസ്ഫങ്ഷൻ, അതായത് വൃക്കകൾക്ക് തകരാറുണ്ടാകാം.
അതുകൊണ്ടാണ് പെയിൻ കില്ലേഴ്സ് വെറുതെ പോയി ഇങ്ങനെ മേടിച്ച് കഴിക്കരുതെന്ന് പറയുന്നത്. പക്ഷേ പീരിയഡിൻ്റെ പെയിൻ എന്ന് പറയുന്നതിന് ഡിഫറൻസ് ഉണ്ട്. ഒരു മാസത്തിൽ 2-3 ദിവസത്തെ വേദനയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലൊരു 2 ദിവസം, ഒരു 30 ദിവസത്തിൻ്റെ ഇടയിൽ 2 ദിവസം മാത്രമാണ് ഗുളിക എടുക്കേണ്ടി തന്നെ വരിക. അതും എന്തെങ്കിലും ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ നിന്നല്ല, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടർ പറയുന്ന മരുന്ന് പറയുന്ന ഡോസിൽ പറയുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്താൽ ഈ പറയുന്ന വൃക്ക തകരാറുകളൊന്നും ഉണ്ടാകാതെ തന്നെ ആ പീരിയഡ് പെയിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് കൊച്ചുകുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അതായത് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ വേദന നമ്മൾ സഹിക്കണം എന്നൊന്നുമില്ല. അത് കാരണം നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ, ക്ലാസ് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് ആക്ടിവിറ്റീസ് അതൊക്കെ മിസ്സാവുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ പല മീറ്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ മിസ്സാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് കുറയ്ക്കുന്നത്. മറ്റ് കുട്ടികൾക്ക്, അതായത് ആൺകുട്ടികൾക്കായാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ വേദനകളൊന്നും ഇല്ലാത്ത പെൺകുട്ടികൾക്കായാലും കിട്ടുന്ന പല അവസരങ്ങളും വെറും ഒരു വയറുവേദന കാരണം നഷ്ടമാകാറുണ്ട്. അപ്പോൾ പീരിയഡ്സ് എന്ന് പറയുന്ന സമയത്തിനെ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് പെയിൻ കില്ലേഴ്സ് സഹായിക്കും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട മരുന്നുകൾ എടുക്കുന്നതാണ് നല്ലത്.